നമ്മളിന്ന് ഞാനൊരു പൊതുസമക്ഷത്തിൽ ചർച്ചയ്ക്കായി വെക്കുന്നു. നമുക്ക് വേണം. പ്രതിപക്ഷത്ത് 5 വർഷം പൂർത്തിയാകുമ്പോൾ ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഈ കേരള ചരിത്രത്തിൽ ഒരു ഹർത്താൽ പോലും നടത്താത്ത കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷമാണ് നമ്മുടെ പ്രതിപക്ഷം. നമ്മൾ പോസിറ്റീവാണ്. നിങ്ങൾ നാളെ സ്കൂളിൽ പോകണ്ട, ബാങ്കിൽ പോകണ്ട, ജോലിക്ക് പോകണ്ട, ആശുപത്രിയിൽ പോകണ്ട എന്ന് നിങ്ങളോട് പറയാൻ ഒരു സംഘടനയ്ക്കും അവകാശമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അത് ശരിയല്ല. കേരളത്തിനെ കുറിച്ച് കേരളത്തിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ എപ്പോഴും ഹർത്താലും ബന്ധും സമരവുമാണ്. ഇങ്ങോട്ട് വരണ്ട. തെറ്റായ മെസ്സേജ് കേരളത്തിന് പുറത്തേക്ക് പോയിരിക്കുന്നു. ഞാനിത് ചർച്ചയ്ക്കായി വയ്ക്കുകയാണ്. എനിക്കറിയാം, ഞാൻ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കും. കാലഹരണപ്പെട്ടതെല്ലാം അറബിക്കടലിൽ എറിയണം, വേണ്ടേ? നമുക്ക് നമ്മുടെ ഈ പുതുയുഗം ആർക്കാണ്? നമുക്ക് വേണ്ടി മാത്രമല്ല, വരാനിരിക്കുന്ന നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. അവർക്ക് ഇവിടെ നിൽക്കാൻ കഴിയണം. ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനമാക്കി നമുക്ക് കേരളത്തെ മാറ്റണം. നമുക്കത് കഴിയും. അതുകൊണ്ട് ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഒരു പുതുയുഗത്തിന്റെ തിരശീലയാണ് കേരളത്തിൽ ഉയരുന്നത് എന്ന് അഭിമാനത്തോടെ പറയാൻ വേണ്ടിയാണ് ഈ പുതുയുഗ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. മാറ്റമുണ്ടാക്കും UDF, നമ്മുടെ UDF മാറ്റമുണ്ടാക്കും കേരളത്തിൽ. ഇപ്പൊ വർഗീയതയാണ് ഇവിടെ ചർച്ച. വർഗീയത പറയുകയാണ്. പറഞ്ഞല്ലോ, സംഘപരിവാർ വർഗീയത പറഞ്ഞ നമുക്ക് കേട്ട് പരിചയമുണ്ട്, ഇല്ലേ? അവര് ഏത് സംസ്ഥാനത്ത് ചെന്നാലും മതങ്ങളെ തമ്മിലടിപ്പിക്കും, ഭിന്നിപ്പുണ്ടാക്കും, വിദ്വേഷ പ്രസംഗം നടത്തും, അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തും, രാഷ്ട്രീയ മുതലെടുപ്പ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇപ്പോൾ സംഘപരിവാറിന്റെ അതേ വഴിയിലൂടെ പോവുകയാണ്. അതേ വഴിയിലാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത് ന്യൂനപക്ഷ പ്രേമമാണ്. ഗാസയിലെ കുഞ്ഞുങ്ങൾ, പാലസ്തീനിലെ യുദ്ധം, പൗരത്വ പ്രശ്നം, ന്യൂനപക്ഷ പ്രണയം. പക്ഷെ ന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിലായി അതിൽ അർത്ഥമില്ല പറയുന്നത്. അവർ വോട്ട് ചെയ്തില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പ്ലേറ്റ് മാറ്റി ഡൽഹിയിൽ പോയി മലപ്പുറത്തിനെതിരായി ആദ്യം ഇന്റർവ്യൂ കൊടുത്തത് ആരാ? പിണറായി വിജയൻ ഹിന്ദുവിന് ഇന്റർവ്യൂ കൊടുത്തു. പിന്നെ കിങ്കരന്മാർ വരുന്നു, AK ബാലൻ വരുന്നു, മന്ത്രി സജി ചെറിയാൻ വരുന്നു. സജി ചെറിയാൻ എന്താ പറഞ്ഞത്? ഒരു മന്ത്രി പറയുന്നു, മലപ്പുറം ജില്ലയിൽ നിന്ന് ജയിച്ചവരുടെ പേര് നോക്ക്, അപ്പൊ അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ഇത്? നാണമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ട് അയാൾ മന്ത്രിസ്ഥാനത്ത് തുടരുകയാണ്. UDF-ലാണെങ്കിൽ 24 മണിക്കൂർ അയാൾ ആ കസേരയിൽ ഇരിക്കില്ല. നിങ്ങൾക്ക് നാണമില്ല. പിന്നെ വർഗീയത പറയുന്ന ആളുകളെ പൊന്നാട അണിയിക്കുക പിണറായി വിജയന്റെ പോലെ. അതുകൊണ്ട് പക്ഷേ ഇവിടെ UDF ഉണ്ട് എന്ന് നിങ്ങൾ മറന്നുപോയി. ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത ആര് പറഞ്ഞാലും നമ്മൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. വിട്ടുവീഴ്ചയില്ല, നോ കോംപ്രമൈസ്. തെരഞ്ഞെടുപ്പിന്റെ പാരമ്പര്യത്തിൽ നിൽക്കുമ്പോൾ വർഗീയത പറഞ്ഞാലും 4 വോട്ടിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യില്ല. ഞാൻ കരുതുന്നത് ഈ നിലപാട് മതേതര കേരളം ഇരു കൈകളും നീട്ടി അവരുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത് കാണാം. തെരഞ്ഞെടുപ്പിൽ ആ ആത്മവിശ്വാസമാണ്. ഇനി കേരളത്തിൽ ഒരാളും വർഗീയത പറയണ്ട. ഞാൻ പറഞ്ഞില്ലേ, പിണറായി വിജയനും VD സതീശനും ഒക്കെ കുറച്ചാളുകൂടി ഉണ്ടാവുള്ളൂ. പിന്നെ ഓർമ്മയാകും. പിന്നെ ഓർമ്മയിൽ പോലും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ കേരളം ഉണ്ടാകും, നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടാകും. അവര് ജീവിക്കുന്ന ഈ കേരളം സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കണം. അവരെ തമ്മിലടിപ്പിക്കാൻ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സമ്മതിക്കില്ല. അവരുടെ കേരളം സുന്ദരമാക്കാനുള്ള, ഭംഗിയായി മുന്നോട്ട് പോകാനുള്ള വർഗീയത പറയുന്നവരോട് നമ്മൾ എങ്ങനെയാണ് പ്രതിരോധം തീർക്കേണ്ടത്? നമ്മൾ തോളോട് തോളൊരുമി, നമ്മൾ ചേർന്ന് നിന്ന് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയണം. എല്ലാ മലയാളിയും അത് പറയാനുള്ള ആർജവം, അവർക്കുള്ള ധൈര്യം, അവർക്കുള്ള ഊർജം, അതാണ് UDF പ്രദാനം ചെയ്യാൻ പോകുന്നത്. ഒരു കളിയും ഇവിടെ നടക്കില്ല. ആ കാര്യത്തിൽ ഒരു ശക്തിയെയും സമ്മതിക്കില്ല. ആരും വരണ്ട. അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാടാണ് നമുക്ക് പ്രധാനം, കേരളമാണ് നമുക്ക്. കേരളത്തിനൊരു മാറ്റം ഉണ്ടാകണം. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, കേരളം ഇനി പിന്നോട്ട് നടക്കില്ല. കേരളം ഇനി മുന്നോട്ട് കുതിക്കുക തന്നെ ചെയ്യും. ഇവര് പറയുന്ന കാര്യങ്ങൾ ഇവര് തീവ്ര വലതുപക്ഷമാണ്, ഒരു കമ്മ്യൂണിസ്റ്റും അല്ല.
ഞങ്ങള് പയ്യന്നൂരി എന്നപ്പോ ഞെട്ടിപ്പോയി. ഇപ്പൊ CPM-ന് രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് ലോട്ടറി അടിക്കുന്ന പോലെ. അപ്പ ഫണ്ട് പിരിച്ച് പിരിവാണ്. ധനരാജ് ഫണ്ട് പിരിവ് തെറ്റ് ചൂണ്ടിക്കാണിച്ച ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റിനെ കുഞ്ഞികൃഷ്ണ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇവിടെ രമേശ് ജി പറഞ്ഞു ഉദ്ഘാടന പ്രസംഗത്തിൽ, ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച 3 CPM നേതാക്കന്മാർ ജയിലിലാണ്. സ്വർണം മാത്രമല്ല കൊള്ളയടിച്ചത്, അയ്യപ്പന്റെ ശ്രീകോവിലിന് മുന്നിൽ നിൽക്കുന്ന ദ്വാരപാലക ശില്പം അതുപോലെ എടുത്തുകൊണ്ട് പോയി ഒരു കോടീശ്വരന് വിറ്റു. കോടീശ്വരനെയും പറ്റിച്ചു. കാരണം ഇത് കള്ള മുതലാണെന്ന് കോടീശ്വരനോട് പറഞ്ഞില്ല, അയാൾ മേടിക്കോ? മേടിക്കില്ല, അയാളെ പറ്റിച്ചു. അപ്പൊ സ്വർണ്ണം എന്നിട്ട് അതിന്റെ ഒരു വ്യാജ ചെമ്പിലൊരെണ്ണം ഉണ്ടാക്കി, എന്നിട്ട് അതിൽ കുറച്ച് പൂശിയിട്ട് അവിടെ കൊണ്ടുവച്ചു. ഹൈക്കോടതി പറഞ്ഞത് 2019 ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഈ അയ്യപ്പന്റെ സ്വർണ്ണക്കൊള്ള നടന്നത്. അതാരും അറിഞ്ഞില്ല. ആരും അറിഞ്ഞില്ലെങ്കിൽ കള്ളന്മാരെന്ത് ചെയ്യും? വീണ്ടും കക്കും.